നമസ്കാരം. ഗാസയിൽ അവിടുത്തെ സാധാരണക്കാർക്കായി എത്തുന്ന ഭക്ഷണ വസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും മരുന്നുകളും എല്ലാം തന്നെ ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുക്കുകയാണ് എന്ന് ഇസ്രായേൽ പലവട്ടം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്നെല്ലാം തന്നെ ഹമാസ് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് ഗാസയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ എത്തിച്ചിരുന്ന അവശ്യ വസ്തുക്കളിൽ വെറും 14% മാത്രമാണ് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിച്ചത്. ബാക്കി 86% ഈ ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളും ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തുവിട്ട കണക്കായതുകൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായി വിശ്വസിക്കാം. ഓരോ ദിവസം 100 കണക്കിന് ട്രക്കുകളാണ് ഗാസയിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങൾ അവർക്ക് സഹായം നൽകുന്നുണ്ട്, ഐക്യരാഷ്ട്രസഭ നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ അവിടുത്തെ സാധാരണക്കാര ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാം. അവർക്ക് ഭക്ഷണം കഴിക്കാം, മരുന്ന്, ചികിത്സ എല്ലാം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിൽ. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം തട്ടിയെടുക്കും. പകുതി വഴി വെച്ച് തന്നെ സായുധരായ ഹമാസ് തീവ്രവാദികളും അവരുടെ പോഷക സംഘടനയിൽപ്പെട്ട മറ്റ് പലരൊക്കെ ചേർന്ന് ഈ ഭക്ഷണ സാധനങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. ഇതൊരു സത്യമാണ്. ഹമാസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഇപ്പോൾ 5 നയ പൈസയുമില്ല. അതുകൊണ്ട് പരമാവധി പൈസ ഉണ്ടാക്കാനായി അവർ ചെയ്യുന്നത് ഇവിടേക്ക് എത്തുന്ന അവശ്യ വസ്തുക്കളെല്ലാം തന്നെ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഏറ്റവും സഹായം നൽകിയിരുന്ന ഇറാന് പോലും ഇപ്പോൾ അവരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സിറിയ വഴിയാണ് പലപ്പോഴും ഇറാൻ ഇവർക്കെല്ലാം സഹായം എത്തിച്ചേരുന്നത്. ഇപ്പോൾ സിറിയയിലെ ഭരണകൂടം ഇറാനുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് മാത്രമല്ല പഴയ അസദിൻ്റെ കൂട്ടാളികളായിരുന്ന ഇറാനുമായി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ സിറിയ ആഗ്രഹിക്കുന്നതുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ മോഷണം പിടിച്ചുപറി എല്ലാം തന്നെ തൊഴിലാക്കിയിരിക്കുകയാണ്. നേരത്തെ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള ഫലസ്തീനായിട്ടുള്ള പ്രത്യേക സമിതി തന്നെ ഇക്കാര്യവും വെളിപ്പെടുത്തിയിരുന്നു. UNRWA പറഞ്ഞത് ഇവിടെ എത്തുന്ന ആഹാര സാധനങ്ങളും മരുന്നുകളും എല്ലാം തന്നെ ഈ തീവ്രവാദ സംഘടന, അതായത് സായുധരായ ആളുകളെന്നേ പറഞ്ഞിട്ടുള്ളൂ, അവരേതെങ്കിലും പ്രത്യേക സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല, സായുധരായ വലിയൊരു സംഘം ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് നേരത്തെ ഇസ്രായേൽ ഇവിടേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായത്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ തടസ്സം നിന്നിരുന്നു. ഇതേ തുടർന്ന് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ പലരും ഇസ്രായേലിനെതിരെ രൂക്ഷമായി വിമർശന രംഗത്തെത്തിയിരുന്നു. ഗാസയിലെ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഇസ്രായേൽ എന്നൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഈ ഒരു സമ്മർദ്ദത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇസ്രായേൽ വീണ്ടും ഇവിടേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ അനുമതി നൽകിയത്. ഇപ്പോഴും ദിവസവും 200-ലധികം ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളും മറ്റുമായി ഗാസയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവ ഒന്നും തന്നെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഗാസയിൽ ഇപ്പോൾ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനിയും ആയിട്ടുമില്ല. ഇവിടെ ഉയരുന്നൊരു പ്രശ്നം പലപ്പോഴും ഈ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് ആക്രമണം നടക്കുന്നു. അങ്ങനെ പലരും കൊല്ലപ്പെടുന്നു. അവിടെ ഒന്നും തള്ളും ഉണ്ടാകുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു. ഇവരെയൊക്കെ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ റെഡ് ക്രോസിൻ്റെ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിൽ. പക്ഷേ അവിടെ എത്തിച്ചാൽ ഇവർക്ക് നൽകാനുള്ള പ്രാഥമികമായ ഒരു ബാൻഡേജ് പോലും ശരിക്കും അവിടെ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി എത്തിച്ച പോലെ ഇവർ പലരും കൊല്ലപ്പെടുകയാണ്. ഹമാസിൻ്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേൽ ഗാസയിൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, അതല്ലെങ്കിൽ ആവശ്യത്തിന് ചികിത്സ ലഭിക്കാതെ ആളെ കൊല്ലുന്നു എന്നുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നതിനും കൂടെ വേണ്ടിയാണ് അവർ ഇക്കാര്യം ചെയ്യുന്നത്. ഒരു വശത്ത് കാശുണ്ടാക്കുന്നു, മറുവശത്ത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഗാസയിൽ 2023 ഒക്ടോബർ 7 ശേഷം നടന്ന ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ഏതാണ്ട് 93 കുട്ടികൾ ഉൾപ്പെടെ 175 പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് ഹമാസ് തീവ്രവാദ സംഘടന ആരോപിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്നുള്ള കാര്യം മാത്രം അവർ പലപ്പോഴും പറയാറില്ല. അത് സാധാരണക്കാർ ജനങ്ങൾ ഭൂരിപക്ഷവും ഹമാസിനെ അനുകൂലിക്കുന്നവരല്ല, അവർ ഇതിനെ എതിർക്കുന്നവരാണ്. ഇപ്പോൾ അവർ ഹമാസിനെതിരെ നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഈ സായുധരായ തീവ്രവാദികൾ ഈ ട്രക്കുകൾ വഴിയിലെത്തുമ്പോൾ തന്നെ അതിനെ ആക്രമിച്ച് എല്ലാം തട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇതിന് ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ നിരീക്ഷണമോ ഇല്ലെങ്കിൽ ഭാവിയിലും അവിടെ വലിയ തോതിലുള്ള പട്ടിണി മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.